ഒരു പിടുത്തമില്ലാതെ തിരിപ്പന്മാരൊക്കെ തിരിക്കുന്നത് എന്തോ ചെയ്യാനാന്ന് പറഞ്ഞ നാറി നിന്നെ വേഗം ചവിട്ടാണ്. സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇവിടേക്കുള്ള ആൾക്കാർക്ക് വിഷമം തോന്നരുത്. എനിക്ക് മലപ്പുറത്തും വയനാട്ടിലുമുള്ള ഒരു ഡ്രൈവിങ്, എനിക്ക് മറ്റുള്ള ആൾക്കാരുടെ ഡ്രൈവിങ് എനിക്ക് അങ്ങോട്ട് ഒട്ടും കംഫർട്ടബിൾ അല്ല. എന്താ പറയുക, എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇതൊക്കെ ഇവിടെ കൂടുതൽ കയറ്റവും ഇറക്കമൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാ വണ്ടിക്കും ഒരേപോലുള്ള വലിവുകൾ കിട്ടത്തില്ല. ഇപ്പോൾ ഞാൻ വെള്ളിമുങ്ങ ഓടിക്കുന്ന ഒരാളാണ്. അപ്പോൾ വെള്ളിമുങ്ങ കയറ്റത്തൊക്കെ ആണെങ്കിൽ ഇച്ചിരി പാടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നുന്നത്. കാരണം ചില കാറുകളൊക്കെ ഉണ്ടല്ലോ, ടാറ്റയുടെയൊക്കെ ആണെങ്കിൽ പല കാറുകളും എന്താ പറയുക കയറ്റത്തിലൊക്കെ കുറച്ച് ലാഗുണ്ട്. പിന്നെ ലോഡും വണ്ടി ഐസൊക്കെ ആണെങ്കിൽ സൂപ്പർ ഐസ് അല്ല, അല്ലാത്ത നോർമൽ ഐസൊക്കെ ആണെങ്കിലും കയറ്റത്തിലും ഒക്കെ ഒരു ലാഗുണ്ട്. അതുകൊണ്ടായിരിക്കണം. കാരണം ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ചിലപ്പോൾ ഒരു ഓട്ടോയോ അല്ലെങ്കിൽ ഒരു ഐസോ അതേപോലെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ബാക്കിൽ വരുന്ന അത്രയും വണ്ടികൾ അവിടെ ഭയങ്കരമായിട്ട് സ്ലോ ചെയ്ത് ബുദ്ധിമുട്ടുന്നുണ്ട്. എല്ലാവർക്കും പതിയെ പോകാനും പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ആൾക്കാരുടെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടുത്തെ ഒരു റോഡിൻ്റെ രീതി അതാണ്. കാരണം കണ്ടില്ലേ, മുക്കിന് കയറ്റവും ഇറക്കവും ഒക്കെയാണ്. അപ്പം ഈ കയറ്റങ്ങളൊക്കെ എപ്പോഴെപ്പോഴും കയറ്റങ്ങൾ വരുമ്പോൾ വണ്ടികൾ ആണെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക വലിക്കത്തില്ല. അങ്ങോട്ട് വലിക്കാതെ വരുമ്പോൾ അത്രയും നല്ല തിരക്കുള്ള ഏരിയയാണ് ഈ സുൽത്താൻ ബത്തേരി എന്നൊക്കെ പറഞ്ഞാൽ. ഹെവി തിരക്കുള്ള സ്ഥലമാണ് അവിടെയൊക്കെ. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു വണ്ടി ഒന്ന് ലാഗായി കഴിഞ്ഞാൽ അത്രയും വരുന്ന വണ്ടി. പക്ഷേ ഇവന്മാർക്കാണെങ്കിൽ വലിവ് കുറവുള്ള വണ്ടിയാണ്, അല്ലെങ്കിൽ വലിവ് കുറയും എന്നൊരു ബോധം ഇവന്മാർക്കുണ്ടെങ്കിൽ നൈസായിട്ടൊന്ന് ഇടത്തോട്ടൊന്ന് ചേർത്ത് പിടിക്കാം. അത് ഇവന്മാർ ചെയ്യത്തില്ല. ഇവന്മാർ നടുക്ക് പിടിച്ചോണ്ടേ ഇരിക്കത്തുള്ളൂ. ബാക്കി വരുന്ന അത്രയും വണ്ടികൾ ലാഗാവും. ഒരുവിധം എല്ലാ ആൾക്കാരും നടുക്കൂടാണ് പോകുന്നത്, സൈഡ് തരുത്തേയില്ല. ഓപ്പോസിറ്റ് വരുന്നവന്മാരാണെങ്കിലും നേരെ പോകുന്നവരാണെങ്കിലും. അതുകൊണ്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്തപ്പോൾ തിരക്കങ്ങ് മാറി. എനിക്കങ്ങോട്ട് ബാക്കിയുള്ള ജില്ലകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മലപ്പുറം എനിക്ക് ഇതേപോലെ മലപ്പുറം ഒരുപാട് വളവുകളും കയറ്റങ്ങളും വളഞ്ഞ് ഹെയർപിൻ പോലുള്ള റോഡുകളൊക്കെ അവിടെ കൂടുതലും ഒരുവിധ സ്ഥലങ്ങളിലെല്ലാം. അപ്പോൾ അതുകൊണ്ട് റോഡിൻ്റെ ഒരു ഇതുകൊണ്ടൊക്കെയാണ് അവർ കാറുകാരൊക്കെ ഇങ്ങനെ ലോറിനൊക്കെ പയ്യെ വരുമ്പോൾ അവർ റോങ് സൈഡ് കയറി ഓട്ടോയ്ക്ക് കയറി വരേണ്ടി വരും. കാറുകാർ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ തിരക്കുണ്ടാകുമ്പോൾ ഓപ്പോസിറ്റ് വരും, നമ്മളെ പോലുള്ള ആൾക്കാർ ഓപ്പോസിറ്റ് വരുമ്പോൾ നമുക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അതാണ് അത് ശ്രദ്ധിച്ച് ഓടിച്ചില്ലെങ്കിൽ നൈസായിട്ട് പണി പാളം എന്ന് ഉറപ്പുണ്ടാവുന്ന രണ്ട് ജില്ലകളാണ്. അപ്പോൾ കുറേ പേര് പറയും ഇടുക്കിയൊക്കെ വന്നു, അതൊക്കെ ഹൈ റേഞ്ച് ഏരിയ അല്ലേ, അവിടെ നമുക്ക് ആ ഒരു തലത്തിൽ നമുക്ക് ഓടിച്ചെടുക്കാൻ പറ്റും. ഇത്രയും ഒരു റിസ്ക് ഇല്ല അവിടെ, റിസ്ക് ഇല്ല.